എന്റെ സംഗീതാണ് ഗൈസ്. സംഗീത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഡേ 1 അല്ലേ? അതെ, day 1. May 19th day 1 സംഗീത് പ്രോഗ്രാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ക്യുക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആവാനായി. ഇപ്പോൾ ഇത് ഏതാ മാസം? മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് പിന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഞാൻ വിചാരിക്കുന്നു ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു വ്ളോഗും എവിടെ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഒരു വ്ളോഗ് ചെയ്യാം. എന്തായാലും ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ പെൻഡ്രൈവ് കിടക്കണം കണ്ടു, നമ്മുടെ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ പെൻഡ്രൈവ് ഒക്കെ കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ തന്നെ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു മെമ്മറി ആകും, പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു കണ്ടന്റ് ആണല്ലോ കിടക്കണം എന്നുള്ള ബോധം പെട്ടെന്ന് വന്നപ്പോഴാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 days ആയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ഫസ്റ്റ് ഡേ സംഗീതമായിരുന്നു, സെക്കൻഡ് ഡേ പ്രീവിയസ് ഡേ ആൻഡ് തേർഡ് ഡേ കല്യാണം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ സംഗീതിൻ്റെ വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെ വിശേഷങ്ങളായിരിക്കും ഇതിലുണ്ടാവുക. ഇത് ബിഹൈൻഡ് ദ സീൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. ആൻഡ് ഓക്കെ, അപ്പോൾ സംഗീത് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ സംഗീതിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മെറ്റീരിയൽ വാങ്ങിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു കോസ്റ്റ്യൂമാണിത്. അപ്പോൾ കല്യാണത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഫസ്റ്റ് ഡേ ആയിട്ടുള്ള സംഗീത് എങ്ങനെയായിരുന്നു എന്നുള്ളതിലേക്ക് പോകണത് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഒരാഴ്ച മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈബായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു എന്തൊക്കെ വേണം, സംഗീതം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഭയങ്കര തകൃതിയായിട്ട് നടത്തിയിരുന്നു. പക്ഷേ അതുപോലെ ഇന്നലെ കാര്യങ്ങൾ പോയത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. പക്ഷേ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവരൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഗോൾഡിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് സംഗീതിൻ്റെ പിറ്റേ ദിവസം, അതായത് കല്യാണത്തിന് തലേ ദിവസമൊക്കെ ഇടാനുള്ള ഓർണമെൻറ്റ്സ് ഞാൻ റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് മാത്രമേ ഗോൾഡ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ പയ്യനാണ്, അവന് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മഴത്തരങ്ങൾ പറയുന്നതായിരുന്നു അവന്. അപ്പോൾ ഞാൻ ഏതായാലും പോയതില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പിന്നെ മുടിയിൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, അതുപോലെ തന്നെ ഞാൻ വലിയ കമ്മൽ യൂസ് ചെയ്യില്ല. അപ്പോൾ 1 day യൂസിന് വേണ്ടി എനിക്ക് അതും ഗോൾഡ് വേണ്ട, ഞാൻ കുഞ്ഞ് സ്റ്റഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ റെൻ്റലായിട്ടാണ് ചെയ്തത്, മീൻസ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മു, ഗീതു, ആദു, പിന്നെ മിന്നു, മുത്തു, ആശ എല്ലാവരും ഉണ്ടായിരുന്നു. ആശ എനിക്ക് തോന്നുന്നു തലേ ദിവസമാണ് വന്നത്. പിന്നെ അതല്ലാണ്ട് എൻ്റെ കുറേ കസിൻസ് ഉണ്ട്. അമ്മയുടെ വീട്ടിലെ കസിൻസും അച്ഛൻ്റെ വീട്ടിലെ വേറെ കസിൻസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ നെയ്ബേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിരിക്കുന്നത് എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലീനെ കിട്ടി എന്നുള്ളത് ഞാൻ ഓരോ മൊമെൻറ്റും ഇങ്ങനെ റിയലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. എക്സ്പെഷ്യലി ഭയങ്കര കട്ട സപ്പോർട്ട്. നമ്മൾ എല്ലാ ദിവസവും ഫോൺ വിളിച്ചിരിക്കുന്ന ആളുകളല്ല, പക്ഷെ നമുക്ക് ആർക്കെങ്കിലും, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമോ, എന്തെങ്കിലും ഒരു വിഷമം വരുമോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡിസ്കഷനായിട്ടാണ് എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതെങ്കിലും നമ്മൾ അതിനിടയ്ക്ക് പാട്ട് കച്ചേരി, എന്തൊക്കെയോ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, കുറേ മണ്ടത്തരങ്ങൾ പറയുക, കുറേ സീക്വൻസ് എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പാട്ടും ഡാൻസും കഥ പറച്ചിലും ഗെയിം കളിയും ഗോസിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഡിസ്കഷൻ, ഇങ്ങനെ ഇതിപ്പോൾ രാത്രി ആ സമയം കേട്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കല്യാണമേ കഴിക്കില്ല എന്ന് വിചാരിച്ച ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഫാമിലിനെ വിട്ടു പോകാൻ, കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കല്യാണം കഴിക്കുക എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും ആക്റ്റീവായിട്ടിരുന്നത്. ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എൻ്റെ ബോഡി ഡാൻസിന് അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇരുന്ന് കവാലി പോലുള്ള എന്തെങ്കിലും ഐറ്റം കളിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ തന്നെ കൊറിയോഗ്രാഫ് ചെയ്ത് കൊട്ടക്കൊറേ സ്റ്റെപ്പൊക്കെ ആയിട്ട് നമ്മുടെ പ്രാക്ടീസ് ആയിരുന്നു അത്. നിങ്ങൾ പ്രാക്ടീസ് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. കുഞ്ഞൊരു 5 മിനിറ്റിൻ്റെ ഡാൻസിന് പോലും നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ഒന്നും കാണാനുണ്ടാവില്ല. പക്ഷെ എന്നാലും രസമായിരുന്നു. ആ മൊമെൻറ്റൊക്കെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഏകദേശം നമ്മുടെ കവാലി സ്റ്റെപ്സൊക്കെ ഏകദേശം ബിൽഡ് ചെയ്തപ്പോൾ ആശ അങ്ങനെ കുറച്ച് പേര് ഉണ്ടായില്ല, ഉണ്ണിമോൾ അങ്ങനെ കുറേ പേര് തലേന്നാണ് വന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എൻ്റെ വീട്, അതായത് സംഗീതിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു എവിടെ സ്റ്റേജ് വരണം, ഏതിലൂടെ ഇറങ്ങി വരണം എന്നുള്ളതൊക്കെ കേട്ടോ. അകത്തായിട്ട് കുഞ്ഞ് സ്റ്റേജ് ഞാൻ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടേ ചെയ്തത് കേട്ടോ. ഇപ്പോൾ സ്റ്റേജ് ആണെങ്കിലും എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് സമയത്തേക്ക് ആണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു സാധനം വേണം, അതിലെന്തെങ്കിലും ഫോട്ടോയും വീഡിയോ ഒക്കെ പോസിബിൾ ആവണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംഗീതിന് നമ്മൾ ചിരാതൊക്കെ പിടിച്ച് ഇറങ്ങി വരുന്ന ഒരു വേ ഒക്കെ അങ്ങനെ പറയുമായിരുന്നു. ഹായ്, ഇതെൻ്റെ അച്ഛൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ വന്നിട്ട് ഡൈനിങ് ഹാളിലേക്ക് നേരിട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട്, ഡെക്കറേഷൻസ് നിങ്ങളൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, നമ്മളതായിട്ടുള്ള രീതിയിൽ കുഞ്ഞു ഒക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡാണ്, ഒന്നും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിതാ മുകളിലൂടെ ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരിക, ചിരാത് പിടിച്ച് ഇറങ്ങി വരിക. അപ്പോൾ ക്യാമറ അവിടെ നിൽക്കട്ടെ, ഇതിവിടെ നിൽക്കട്ടെ എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്കിൻ കെയർ സെക്ഷനാണ്. അപ്പോൾ അതും പിന്നെ ആശി എല്ലാവരും കൂടി വല്യമ്മയ്ക്കും മാമിക്കും ഒക്കെ ഈ പിന്നെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം സംഗീതമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചിരാത് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നമ്മൾ ഈ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചിട്ട് കളർഫുൾ ആക്കിയതിന് ശേഷം അതിൽ ചിരാത് വെച്ച് കൊണ്ടുവരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ പാവം കസിൻസ്. അങ്ങനെ ഇതാ സംഗീതിൻ്റെ ദിവസം വന്നെത്തി. അന്ന് സ്റ്റേജ് ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഏരിയയിൽ മാത്രമായിട്ട് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലോഗിനുള്ള കണ്ടന്റാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫൈനൽ റിഹേഴ്സലാണ്, കവാലിയുടെ ഫൈനൽ റിഹേഴ്സൽ. നവ്യ എൻ്റെ ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. Emotionless moment. നവ്യയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. നവ്യ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്, എൻ്റെ കൊളീഗാണ്, കോളേജിലെ ലെക്ചറാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുത്തു തുടങ്ങി. ഹലോ, എൻ്റെ സംഗീതാണ് ഗൈസ്. സംഗീത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഡേ 1 May 19th Day 1 സംഗീത് പ്രോഗ്രാം. മേക്കപ്പിലാണ്. മേക്കപ്പ് ചെയ്യുന്നത് നോക്കിക്കോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ്. അവിടെ ഫ്രണ്ട്. ഓക്കെ, നടക്കട്ടെ. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്തത്. ചോക്കറും പിന്നെ നെറ്റിച്ചുട്ടിയാണ് ഞാൻ ഇതിന് ഓർണമെൻറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ വീടിനടുത്ത് തന്നെയുള്ളൊരു സൂര്യകാന്തിപ്പാടാണ്. ആ സമയത്ത് എന്തോ സൂര്യകാന്തിയുടെ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടി പൂത്ത സൂര്യകാന്തിപ്പാടാണ്. കാരണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് വേറെ ലൊക്കേഷൻ തേടി പോവേണ്ടി വന്നില്ല. അടിപൊളിയായിരുന്നു ഇവിടുത്തെ സീക്വൻസ് ഒക്കെ. അങ്ങനെ നമ്മുടെ സംഗീത് തുടങ്ങി.
അങ്ങനെ നമ്മൾ സംഗീതമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കോപ്പിറൈറ്റ് കിട്ടുന്നതോടെ കുറേ സോങ്സ് ഞാൻ മിസ്മാച്ച് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. കുറേ സീക്വൻസ് ഞാൻ ലെങ്തി ആയി പോകുന്നതിന് കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു അവിടെ ഒരു വ്യക്തമല്ലാത്തൊരു ഫ്ലോ ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഏകദേശം റീലേ ഇവിടുന്ന് അങ്ങോട്ട് പോയി തുടങ്ങിയിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സാണ്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും റിലേ കട്ടായി തുടങ്ങിയിരുന്നു. ഏകദേശം സംഗീതത്തിൻ്റെ ഈ ഒരു ടൈം മുതൽ കല്യാണം കഴിയുന്നത് വരെ ഞാൻ എൻ്റെ തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലാങ്ക് ആയിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നല്ലാതെ ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോഴേക്ക് ഇങ്ങനെ നെഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് നുറുങ്ങിപ്പോകുന്നൊരു വേദന ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ്, എനിക്കറിയാം ഇമോഷണലി ഭയങ്കര വീക്ക് ആയതുകൊണ്ടായിരിക്കാം. ഇതെൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയൻ. ഇവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ക്യാമറയിൽ കരയുന്നത് കാണരുത് എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് നമ്മൾ വെറുതെ ഇളിച്ചിരിക്കുക എന്നൊക്കെ പറയില്ല. എനിക്ക് അമ്മേനെ കാണുമ്പോഴും അച്ഛനെ കാണുമ്പോഴും എൻ്റെ അനിയനെ കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അവനെ കാണുമ്പോഴേക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പക്ഷേ സംഗീതത്തിൽ ആ എക്സ്പ്രഷൻ കുറച്ച് കുറവാണ്. പ്രീ വെഡ്ഡിങ് വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഭയങ്കരമായിട്ട് ത്രൂ ഔട്ട് ഞാൻ കരയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോഴും ഞാൻ അത് പറയുമ്പോൾ ഞാൻ വളരെ വീക്കാണ്. എനിക്കറിയില്ല അത് എന്തിനാണ് ഇപ്പോഴും, ഒരു വർഷം കഴിഞ്ഞിട്ടും ഞാൻ എന്തിനാ കരയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അമ്മ അടുത്ത് വന്നിരുന്നപ്പോഴേക്ക് എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ അത് അത്ര വിസിബിൾ അല്ല. അതിനോടത്ത് വീഡിയോഗ്രാഫർ പറയുന്നു കണ്ണ് തുടക്കി. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കും. പിന്നെ ഇവനും ഞാനും തമ്മിൽ ഭയങ്കരമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സീരിയസ് ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഉള്ളതുകൊണ്ട് നമ്മൾ കോൺഷ്യസ് ആയതുകൊണ്ട് അതിൻ്റെ ചുമ്മാ ചിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എന്തൊക്കെയോ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ഇവനെ ഞാൻ മിസ് ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ കാണേണ്ട അപ്പം കീരിയും പാമ്പുമാണ്. പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇവനെ മിസ് ചെയ്യാൻ പോകാമെന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഈ നടുവിലിരിക്കുന്ന എൻ്റെ തങ്കക്കുടം, എൻ്റെ അമ്മമ്മ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര നല്ല ബോണ്ടായിരുന്നു. ഭയങ്കര നല്ല ബോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര വലിയ സ്ട്രെങ്ത് ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അമ്മമ്മ ഒരു 4 മാസം മുമ്പ് മരിച്ചുപോയി. ആൻഡ് ഇതെൻ്റെ അമ്മയുടെ ഫാമിലി, 2 മാമന്മാരും മാമി, വല്യമ്മ ഒക്കെ ഉണ്ട്. ഇതെൻ്റെ കസിൻസാണ്, അമ്മയുടെ കസിൻസാട്ടോ, വലിയ ചേച്ചിമാരാണ്, അവരുടെ മക്കൾ, അമ്മമ്മയുടെ പേരക്കുട്ടികളാണ് ഞങ്ങൾ ഇത്രയും പേര്. പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ കുട്ടികളും. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇതിൽ നവ്യ എൻ്റെ ഫ്രണ്ടാണ്. ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ അച്ഛൻ്റെ സൈഡിലെ എൻ്റെ കസിൻസാണ്. 1.5 ആഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എന്നെ മെൻ്റലി എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അത് ഓക്കെ അല്ലേ, ഇത് ഓക്കെ അല്ലേ, ഇനി എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ ഭയങ്കര ബോണ്ടുള്ള കസിൻസാണ്. അതിനും 1.5 മാസം മുമ്പ് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ആയിട്ട് എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. എല്ലാവരും, ഇവർ മാത്രമല്ല ബാക്കിയുള്ളവരും എല്ലാവരും നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ബോണ്ടുള്ള കസിൻസാണ്. അതുപോലെ ഇവരെയും പറയാണ്ടിരിക്കാൻ പോയി. ഇതെൻ്റെ വലിയമ്മ, ചെറിയമ്മ, എൻ്റെ കസിൻസ് ഗ്രീഷ്മേച്ചി, ശ്രീകുട്ടി, ഇവരെല്ലാവരും എന്താ പറയുക, ഞാനൊരിക്കലും ലൈഫിൽ മിസ്സായി പോവരുതെന്ന് വിചാരിക്കുന്ന കുറേ നല്ല മനുഷ്യന്മാരുണ്ടാവില്ലേ, അവരാണ്. ഒരിക്കലും എനിക്ക് മിസ്സാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ നമ്മൾ കുറേ കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കവാലി ഡാൻസ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ തെറ്റിച്ചു ഞങ്ങൾ സ്റ്റെപ്സൊക്കെ. ഞാനിവിടെ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, അടിച്ചു വിടുകയാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. तब से दीवाना हुआ, सबसे बेगाना हुआ, रब भी दीवाना लागे रे, रब भी दीवाना लागे रे हो. ഫുൾ താന്തോന്നി ഡാൻസ് ആണ്, തോന്നിയ പോലെ ഡാൻസ് ചെയ്യുന്ന സെക്ഷനാണ് കേട്ടോ. കുട്ടികളായാലും പിന്നെ അതായത് ഇതൊക്കെ എൻ്റെ കസിൻസ് മക്കളാണ് കേട്ടോ, ചേച്ചിമാരുടെ മക്കളാണ്. പിന്നെ കുട്ടികളാണെങ്കിലും ശരി, പിന്നെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പകർത്ത് ഡാൻസ് ചെയ്ത സെക്ഷനാണ്. കുറേ വീഡിയോസൊന്നും അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഭയങ്കര ലെങ്തായി പോകണോണ്ട്.
അമൃതജലശേഖരം ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ തിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീ. നമ്മളെല്ലാവരും കൂടി സംഗീത് നൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ ഞാൻ എൻജോയ് ചെയ്ത് ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടുന്നല്ലാതെ മനസ്സിറങ്ങിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരുടെയും കൂടി ഒരു ഹാപ്പിനെസ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാനും ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. രസമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ മറന്നു വരുന്നു ഇതൊക്കെ ആലോചിക്കുമ്പോൾ കൊള്ളാം. ஒத்திகை பார்த்திடவா சிறகு சிறகு உன்னில் என்னை தொலைத்தும் மொழி சொல்லவா மரம் தேடும் மழை இமை இரண்டும் தனி தனி ஒரு பனி உலகோ தண்ணீரின் மனசு ஜடகெட்டிய கால் முடிக்கின்ற மலரு കളി തുള്ളിയ മധുരക്കിനാവിന്റെ കഥകൾ തുറക്കുന്നു അതിപ്രഭതായിനി പരിമള രാത്രി മധുരക്കിനാവിന്റെ കഥകൾ തുറക്കുന്നു അതിപ്രഭതായിനി പരിമള രാത്രി ഇങ്ങനെ ഡേ 1 ആയിട്ടുള്ള സംഗീതിൻ്റെ സമാപനം കുറിച്ചു. ഡേ 2 അതായത് പ്രീവിയസ് ഡേ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.